2 വർഷത്തിലധികം നീണ്ട സംഘർഷത്തിനൊടുവിൽ ഗാസ സമാധാനത്തിലേക്ക്. സമാധാന ഉടമ്പടിയുടെ ഭാഗമായി ഹമാസ് ബന്ദികളാക്കി വെച്ചിരുന്ന ഇസ്രായേലുകാരെ എല്ലാവരെയും വിട്ടയച്ചു. ഇസ്രായേലിലെ ജയിലുകളിലായിരുന്ന പലസ്തീൻകാരെയും മോചിപ്പിച്ചിട്ടുണ്ട്. 2023 ഒക്ടോബർ 7-ന് 1200-ലധികം പലസ്തീനികളുടെ ജീവൻ എടുത്തുകൊണ്ട് തുടങ്ങിയ യുദ്ധമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഗാസയിലെ കൂട്ടക്കുരുതി കൊണ്ട് 10,000-ങ്ങളെ ഇല്ലാതാക്കുക മാത്രമല്ല ഇസ്രായേൽ ചെയ്തത്. ജീവിക്കാൻ ഇനി അധികമൊന്നും ഗാസയിൽ ബാക്കിയില്ല എന്ന അവസ്ഥയിലാണ് സമാധാനത്തിന്റെ കൊടി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ആകെ ജനസംഖ്യയുടെ 10% പേരെ യുദ്ധം ഗുരുതരമായി ബാധിച്ചു കഴിഞ്ഞു. 20,000 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 67,000 പേരാണ് 2 വർഷത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ മരിച്ചത്. തകർന്ന കെട്ടിടങ്ങൾക്കടിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടവരുടെ കണക്ക് കൂടിയെടുത്താൽ ഇത് മരണസംഖ്യ പിന്നെയും ഉയരും. 1 മണിക്കൂറിൽ 1 കുട്ടി മരിച്ചു എന്നാണ് കണക്ക്. ആകെ നോക്കിയാൽ ഗാസയിലെ ജനങ്ങളിൽ 33 പേരിൽ ഒരാൾ മരിച്ചു എന്നാണ് കണക്ക്. അതായത് ജനസംഖ്യയുടെ 3% പേർ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. പരിക്കേറ്റവരുടെ എണ്ണം 1,69,800 നല്ല ഭക്ഷണമോ കുടിക്കാൻ ശുദ്ധമായ വെള്ളമോ ഇല്ലാതെ തൊണ്ട പൊട്ടിയാണ് ഗാസയിലെ ജനങ്ങൾ 2 വർഷം പിന്നിട്ടത്. 154 കുട്ടികൾ ഉൾപ്പെടെ 459 പേർ പട്ടിണി കിടന്നു മരിച്ചു. 4-1 പേരെ പോഷകാഹാരക്കുറവ് ബാധിച്ചിട്ടുണ്ട്. ഭക്ഷണമോ മറ്റു സഹായമോ നൽകുന്ന കേന്ദ്രങ്ങളെ പോലും കണ്ണിൽ ചോരയില്ലാതെ ഇസ്രായേൽ ആക്രമിച്ചു. അങ്ങനെ മാത്രം മരിച്ചത് 2,610 പേരാണ്. 19,143 പേർക്ക് പരിക്കേറ്റു. ഗ്ലോബൽ ഹങ്കർ മോണിറ്ററിന്റെ കണക്കനുസരിച്ച് 5 ലക്ഷത്തിലധികം പേർ 3 നേരം ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുകയാണ്. കയ്യോ കാലോ നഷ്ടപ്പെട്ട ആളുകളുടെ എണ്ണം ഗാസയിലെ പോലെ ലോകത്ത് മറ്റെവിടെയുമില്ല. മനുഷ്യർക്ക് മാത്രമല്ല ഇസ്രായേൽ നാശം വിധിച്ചത്. വീടുകളും ആശുപത്രികളും അടങ്ങുന്ന 90% കെട്ടിടങ്ങൾക്കും കേടുപാടുകളുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 34 ആശുപത്രികൾ, 91 മെഡിക്കൽ സെന്ററുകൾ, 210 ആംബുലൻസുകൾ എന്നിവയും നശിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ തകർന്ന തരിപ്പണമായ ഗാസയാണ് സമാധാനത്തിലേക്ക് മെല്ലെ നീങ്ങുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ വിവിധ ഏജൻസികൾ ഗാസയിൽ നടന്നത് വംശഹത്യയാണെന്ന നിഗമനത്തിലെത്തിയിരുന്നു. എന്നാൽ അതെല്ലാം തെറ്റാണെന്നും ഇതൊന്നും അംഗീകരിക്കുന്നില്ലെന്നുമായിരുന്നു ഇസ്രായേൽ നിലപാട്.